കണ്ടോ നമ്മുടെ കല്ലൂനെ കിടത്തിയിരുന്ന കൂടാണ്. ഇത് മൂത്രം ഒഴിച്ചതല്ല, ഇത് കൗട്ടി വെച്ചേക്കുന്നതാണ്. ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ എന്താണ്ട് ഇവിടെ എല്ലാം കൗട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് വന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടോ, ഇത് എന്തോ ഒരു സാധനം അവന് തിന്നാൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചെരുപ്പിന്റെ പീസ് പോലുള്ള എന്തോ ആണ്. കണ്ടതാ അവിടെ ഉണ്ട്, അങ്ങനെ സാധനം കടപ്പുണ്ട്. ഇപ്പൊ എന്തായാലും ഞാനിപ്പം അപ്പുറത്തോട്ട് മാറ്റി. അതിന് ശേഷമേ വയറ്റിൽ കിടന്ന സാധനം ഛർദ്ദിച്ച് പോയതിന് ശേഷം പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം കുഴപ്പമില്ലാതിരിക്കുമെന്ന് തോന്നുന്നു. കേട്ടോ നേരെ കേറാ. എന്താ ഫുഡ് കഴിക്കാതെ വല്ല ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. ഇത് നമുക്ക് ഇവരെ ഫ്രീ ആയിട്ട് വിടുമ്പോഴേ എന്തെങ്കിലും എടുത്ത് കഴിക്കുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇത്രയും സാധനം ഇവിടെ കിടക്കുന്നു, ഇത്രയും ഏരിയ ഉണ്ട് ഓടി കളിക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്തോ കാണുന്നത് ആ ഒരു സംഭവമാണത്. തേങ്ങാമുറി ഉണ്ട് കേട്ടോ. തേങ്ങാമുറി കൊണ്ടോടെ ഒന്നെയാണ്, എന്തോ പ്ലാസ്റ്റിക്കും ഉണ്ട്. അതായത് നമുക്ക് ഇതങ്ങ് ക്ലീൻ ചെയ്യാം. ഇത് ചില ദിവസം ഇങ്ങനെ നമുക്ക് പണി കിട്ടാറുണ്ട്. ഇവളും നമ്മുടെ ടൂണയും മാത്രമേ ഉള്ളൂ പ്രശ്നമെന്ന് പറയുന്നത്. ഞാൻ കനൽ വാഷ് ഇവിടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓരോരോ ആരംഭമുണ്ടാക്കിയിട്ട് വരുന്നത്. കനൽ വാഷ് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത് ദാണ്ടതാ ഇതാണ് കേട്ടോ. ഇത് പെറ്റ് ഷോപ്പിലെല്ലാം കിട്ടും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കുക, ദാണ്ട ഇത് 650 രൂപയാണ് നമ്മുടെ ഇതിന്റെ MRP എന്ന് പറയുന്നത്. അപ്പം പെറ്റ് ഷോപ്പിൽ നിന്ന് ഏകദേശം ചിലപ്പോൾ 100 രൂപ കാണാൻ കുറച്ചാലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ആമസോണിൽ കിടക്കുന്നതെന്ന് പറയുന്നത് ഇത് ഓഫർ ഐറ്റം ആയിട്ടാണ്. 530 രൂപയ്ക്ക് എങ്ങാണ്ട് ഇത് 2 എണ്ണം കിട്ടും. 1+1 ആണ്. 1-ന് ഒരെണ്ണത്തിന്റെ കൂടെ ഒരെണ്ണം ഫ്രീ ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചത്. അതായത് ഇപ്പം നോക്കിയപ്പോൾ ഇപ്പോഴും ആ ഓഫർ കിടപ്പുണ്ട്. എന്തായാലും ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചു നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റമാണ്. ഇതിനകത്ത് ഏതാണ്ട് 5 ലിറ്റർ വെള്ളത്തിൽ 4 ml ആഡ് ചെയ്തിട്ട് നമ്മൾ തുടച്ചാൽ മതി. അത്യാവശ്യം നല്ല മണവും ഉണ്ട്. എന്നാലും യൂസ് ചെയ്യാൻ കൊള്ളാവുന്ന ഐറ്റം കേട്ടോ. വാങ്ങിച്ചോ. ഏകദേശമൊക്കെ ക്ലീൻ ആക്കി കേട്ടോ. ഈ തോന്നുന്നത് അതേതോ ഒരു ടോയുടെ ആദുവിന്റെ ടോയുടെ പീസായിരുന്നു തോന്നുന്നു കഴിച്ചത്. ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. തെറിമാവനെ ഇവിടെ മാറ്റിയിട്ടേക്കുന്നത് രസം ഹീറ്റായിട്ടിരിക്കുക. കല്ലും ആദ്യം ഓക്കെ ആണോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തെറിമാവനെ ഇറക്കാൻ നോക്കും. കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം നോക്കാം. അതിന് ശേഷം ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. ചെറിയേ അടങ്ങി നടന്നാണേ. വാ ഫുഡ് തരാം. ഓ വഴി കിടക്കുന്ന വരാൻ നേരം തിന്നല്ലേ. കുഴപ്പമില്ല, കലിപ്പില്ല. നല്ല കുഴപ്പമൊന്നുമില്ല. ആള് നല്ല ആക്റ്റീവാണ്. വെള്ളമാണോ വേണ്ടേ? ഞാൻ തരാം. നോടി മാറി ഞാൻ തരാം. ഒഴിച്ചിട്ട് തരാം. എന്തോടാ എന്താ എടുത്തു തരാം. വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. സെറ്റാണ്. എന്തായാലും പ്രശ്നമൊന്നുമില്ല. രാവിലെ മെനക്കേടായാനെ. വയ്ക്കോ. ചെറിയ മാമനെ കൂടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. ശരിയടി ഗോ റൺ. ഓ പിടിച്ചോ. ചേട്ടാ പോയില്ല. അവളെ മറിച്ചിരുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അടങ്ങടി. എന്താ താഴെ എന്നല്ല കളി മതി. വല്ലോന്റെ പുറത്ത് കയറിയാണോ കളിക്കുന്നത്? വാ ചെറിയപാടാ. ചെറിയാദ്യം കൂട്ടിക്കയറ്. ചെറിയമാമന് ടെസ്സ വലിയതായിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല പ്രാവശ്യം കേട്ടോ. എന്നാലും ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. അവള് വാലും മാറ്റിയൊക്കെ നിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിലിട്ടേക്കുവാണ്. പ്രാവശ്യം എന്തായാലും മാറ്റാൻ സമ്മതിക്കത്തില്ല. കാരണം അവള് വേണ്ടതായപ്പം അവള് ക്ഷീണിച്ചിരുന്നിട്ടൊന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. പക്ഷെ അവള് പോയി ഇവനെ വിളിക്കുവോ? അതോ ഇതാടി പോടി അവിടെ നിന്ന് അവളുടെ പോരാ. ഇത് കണ്ട കാര്യങ്ങളെല്ലാം റിവേഴ്സ് ഗിയറില്ല. രസം അവന്റെ പുറകെ നടക്കുക. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല.
ഇഞ്ചാടി നീ എന്തോ ചുമ്മാ ഇഞ്ഞു പാടി കല്ലു ഇഞ്ഞു വാ കല്ലു ഇഞ്ഞു പാടി കേറ് കല്ലു ഇഞ്ഞു വാ ഇഞ്ഞു വാ അകത്ത് കയറി അവൾക്ക് അതാണ്ട് നിന്നെ വെല്ലുവിളിക്കണം അന്നേരം അവളിറങ്ങിപ്പോയി എന്താ ചെയ്യുന്നത് കോമഡിയാട്ടാ ഹാപ്പി ഇറങ്ങി വാടാ തരപ്പാ കീരേലി വെച്ചു വരെ കീരേലി വെച്ചു യാപ്പിങ് വന്നേ ഒന്ന് കയറേ അതിനിപ്പോ അകത്ത് പോയി വെല്ലുവിളി ഇനി കാണിക്കടി നിന്റെ ചോണ ഇപ്പൊ ഞാൻ മാറിയേ കണ്ടോണം ഹാപ്പി ഇനി ചോണേണ്ട വെല്ലുവിളി അടി ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടിട്ടാക്കള് കീരിയേലി വെച്ചു ഞങ്ങൾ രണ്ടാളോടും കളിക്കാൻ ചോണയുണ്ടെങ്കിൽ ക്യാരക്ടർ ഇവിടെ നമ്മള് ഇപ്രാവശ്യം ടെറിമാമനെ മാറ്റിയെടുത്തതേ ഉള്ളു കേട്ടോ ഒരു 90% ടെസ്സെ നമ്മള് ഇനി സർജറി ചെയ്യാനായിട്ടുള്ള ആലോചനയിലാണ് ഇനി ഇപ്പൊ 2 ഡെലിവറി കഴിഞ്ഞ് ഏകദേശം അത് മതി അത്യാവശ്യം അവർക്ക് ഡെലിവറി കിട്ടിയിട്ടുണ്ടല്ലോ എന്നിട്ട് ഇത് സർജറി ചെയ്യാനുള്ള ആലോചനയിലാണ് ഹാപ്പി ഒന്നുകൂടെ വാച്ചിങ്ങിന് വെച്ചേക്കുവാണ് എന്നാലും അതും ഒരു 90% സർജറി ചെയ്യും കാത്തുവിനെ കൺഫേം ആയിട്ട് ഷുവറായിട്ട് നമ്മൾ സർജറിയാണ് വാല് കടിക്കരുത് കടിക്കരുത് രോമല്ല കടിച്ചോണ്ട് പോകും കേട്ടാ ഹാപ്പിയുടെ രോമല്ല നീ അങ്ങ് വെളിയിൽ ഇറങ്ങി കളിച്ചാൽ മതി ഗോ നോക്കട്ടെ കല്ലും അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ റെഡി 1 2 3 റൺ ഓരോ പ്രശ്നമല്ല ഓടി കളിക്കാൻ ഈ ഹാപ്പിയുടെ മാത്രം ഈ വാലിൽ കഴിച്ചു തൂങ്ങും അതേപോലെ പുറത്തും കഴിച്ചു തൂങ്ങും രോമൊക്കെ പോകും അതാണ് വിഷയം കേട്ടോ ചെറിയ എന്നാ ഇയാള് പോയാൽ കടിക്കും അവിടെ വായിരിക്കുന്നതെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടരുത് അടിച്ചിട്ട് ഓടിക്കളഞ്ഞ് കല്ലു അകത്ത് കയറിയപ്പോ ഹാപ്പി പുറത്തിറങ്ങി കേട്ടോ ഇപ്പുറത്ത് നിന്നേ വെല്ലുവിളിക്കത്തുള്ളു അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു വഴക്കുമില്ല വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ കണ്ടോണം മടി ഹാപ്പി ഗോ ഇതോ ഒരുമിച്ചായി കഴിഞ്ഞാൽ അടിയില്ല ഇത് നോക്കണേ ഹാപ്പി ഗോ സെയിം സോണിൽ നിന്നാ ഹാപ്പി കളി കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് രാവിലെ പണിയില്ല കല്ലു ഓക്കെയാണ് ആക്റ്റീവാണ് എന്തോത്തിനടി എന്തുവടി അടുത്ത് തന്നത് ഡീ ടെറിമാമ ഹീറ്റായിട്ട് പ്രാവശ്യം ടെസൈൻ എടുത്തോട്ട് അങ്ങനെ വലിയതായിട്ട് ചെന്ന് ചെയ്യുന്നില്ല കേട്ടോ ചെറിയ രീതിയിലൊക്കെ കടന്ന് പോകുന്നുണ്ടെന്നേ പിണങ്ങി കിടക്ക് വന്നതെന്ന് എന്താടി ഹാപ്പിയുടെ ഭയങ്കര കലിപ്പ് ഇപ്പൊ തീർത്തരാടി എന്റെ കലിപ്പ് ഇഞ്ഞോടി കല്ലു അങ്ങ് അകത്ത് കയറടി കല്ലു ഇഞ്ഞോ അകത്ത് കയറി ഹാപ്പി എന്നെ കടിക്കുമെന്ന് ഞാൻ നോക്കട്ടിഞ്ഞു വാ എന്താടി ഭീരു ഇവിടെ വാടി വാ ഗോ റൺ തുപ്പി ചൂണ വന്നു തുപ്പി ഇവിടെ വാ മാമോ എന്താ പറ്റിടാ അതായത് കണ്ട പുറത്ത് തുപ്പി വെച്ചേക്കുന്നത് ചൂണ പോ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫുഡ് കൊടുത്ത് ഒരു 90% ഓക്കെയാണ് വേറെ ഒന്നുമില്ല ചിലപ്പോൾ അസിഡിറ്റിയുടെ ഒരു മരുന്ന് മാത്രം ഒന്ന് കൊടുത്തു നോക്കും അല്ലാതെ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല 1 മണിക്കൂറോളമായി രാവിലത്തെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തോ അടുത്ത പാത്രത്തിൽ പക്ഷെ നമ്മളിപ്പോൾ അടുത്ത ഫുഡ് എടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല ആഹാരം കുറച്ചാണ് കൊടുത്തേക്കുന്നത് കണ്ടോ മുഖഭാവം കണ്ടോ ദയനീയതയോടുകൂടി അവിടെ ചെന്ന് നോക്കി നിൽക്കുകയാണ് എല്ലാം ഇപ്പം അടുത്ത ആൾ വരും ഇപ്പം കാത്തുവിനെ നമ്മൾ ദിവസം കാണുന്നതുകൊണ്ട് വലുതായ ചെറുതായൊന്നും അറിയാൻ വയ്യ എനിക്ക് തോന്നുന്നിട്ട് എത്രയും സൈസൊക്കെ ആയി വരുന്നെന്ന് തോന്നുന്നു ഇറങ്ങടി
മര്യാദ ഉണ്ടോ അടിയനക്ക്? എന്താ ഓ Ready, 1, 2, 3, run. ഹാപ്പിയും കല്ലും തമ്മിലുള്ള ഹാപ്പി 1 മണി ചോറ് ബാക്കി വെച്ചിട്ട് പോകും. അത് തിന്നാൻ വേണ്ടിയിട്ടാണ് ടൂണയും കല്ലു കാത്തു എല്ലാരും കൂടെ. ടെറിമാമന്റെ സ്വഭാവം കണ്ടോ? വേടേ വേടേ മതി 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 പോ. അപ്പോ ഇന്നത്തെ കല്ലു ഓക്കെ, കല്ലുവിന് പ്രശ്നമൊന്നുമില്ല. കല്ലുവിനൊരു മണി വെപ്രാളം കൂടുന്നുണ്ട് കേട്ടെ. എന്തേ പോ, ഒരു പ്രശ്നവും ഇല്ല. അഹങ്കാരം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവും ഇല്ല. ഓയ് വഴിയെ കിടക്കുന്ന സാധനം എന്താത്തിനടി എടുത്ത് തിന്നുന്നത്? എൻ്റെ അടുത്ത് ഏതൊക്കെ ഭാഷ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതോടെ അടുത്ത് തന്നത്? ഓട് ഓട്. റെഡി 1, 2, 3 റൺ ഗോ. ഓടിക്കോ. നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. അവനല്ല ഇപ്രാവശ്യം പ്രശ്നം, ഇപ്രാവശ്യം പ്രശ്നം നിനക്കാണ്. നീ ഇച്ചിരി വികാര ജീവിയായി നിൽക്കുക. ചേട്ടറിയേ നോക്കട്ടെ. അവൻ മൈൻഡ് ചെയ്യുന്നില്ല. രസയുടെ പരിശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രീ ഇല്ല. ഇത് വിട്ട് കഴിഞ്ഞാൽ മാറ്റാവും കേട്ടോ, ഉറപ്പാ. രസയ്ക്ക് വളയ്ക്കാനറിയാം, രസയാ പറഞ്ഞ നടക്കുന്നത്. നമ്മള് ടെറിയെ മാറ്റിയിടുവാണ്. വാടാ വാടാ വാഞ്ഞു വാ, ടെറിഞ്ഞു വാ. കൂട്ടിക്കയറ്, എല്ലാരും കൂട്ടിക്കയറ്. മതി 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 മതി, ഇന്നത്തെ കളി കഴിഞ്ഞു. വാ ടെസ ഇതിനകത്ത് കയറ്, ടെസ ഇതിനകത്ത് കയറ്. ഡേ ടെസ ഇവിടെ പാടി, ഇവിടെ പാടി. അവൻ്റെ കൂടെ പോണ്ട, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഇവിടെ കയറ് കയറ്. നോക്കട്ടെ, ഇനി വാ. നിനക്ക് വേറെ ഒരുത്തനെ തരാം നിനക്ക്. വാങ്ങി വാ, നമ്മൾ നേരത്തെ തുടച്ചിട്ടേക്കെ ഉണങ്ങി. ഓക്കെ കയറിക്കോ കയറിക്കോ. വാ 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 വാ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അത് മറ്റേ കൂട്ടി കയറാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതിലെല്ലാ വട്ടത്തെയും പോലെ ആവേശമൊന്നുമില്ല. ഓക്കെ ടാറ്റാ.